ഈ തിരുവനന്തപുരത്ത് എന്താണ് പറ്റിയതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് പറ്റിയത് വളരെ ലളിതമാണ്. എല്ലാ കാലത്തും BJPയെ മാസ്ക് ചെയ്യുന്നതിന് വേണ്ടി ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ച് CPMന് നൽകുമായിരുന്നു. CPMന് പരമ്പരാഗതമായ അവരുടെ വോട്ടും ഈ ന്യൂനപക്ഷ വോട്ടുകളും കൂടി ലഭിക്കുമ്പോൾ അവരുടെ വിജയം വളരെ എളുപ്പമായിരുന്നു. അത് പലപ്പോഴും നൽകിയിരുന്നത് അവരുടെ ഭരണപരമായ കാര്യങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയോ മറ്റൊന്നുമല്ല. ഇത്തരമൊരു സംഗതി ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് LC മുസ്ലിം വോട്ടുകളുടെ ഒരു ഏകോപനം പലപ്പോഴും BJPയെ സഹായിച്ചിരുന്നത്. എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ടുകൾ കോൺഗ്രസിലേക്ക് തന്നെ പോയി. കോൺഗ്രസിലേക്ക് പോകാൻ കാരണം മുൻകൂട്ടി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് ശബരിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ പിടിക്കും എന്നൊരു പ്രതീതിയിൽ മത്സരിച്ചപ്പോൾ ആ അണികളെല്ലാം സ്വാഭാവികമായി കോൺഗ്രസ് വോട്ടുകളായി തിരിച്ചു ചെന്നു. എന്നാൽ CPMന് അവർക്ക് സംരക്ഷണത്തിന് വേണ്ടി ലഭിച്ചിരുന്ന കോൺഗ്രസ് വോട്ടുകൾ അങ്ങോട്ട് ലഭിക്കാതെ വരികയും ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടുകയും ചെയ്തു. അത് നഷ്ടപ്പെട്ടു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ രണ്ട് കാര്യങ്ങൾ കൂടി വന്നപ്പോഴാണ് അവിടെ BJPക്ക് ഇത്തരമൊരു മികച്ച വിജയം കിട്ടിയത്. അവിടെ രാഷ്ട്രീയമായ ഒരുപാട് പ്രതികൂല ഘടകങ്ങൾ BJPക്ക് ഉണ്ടായിരുന്നു. ആത്മഹത്യകൾ 2 എണ്ണം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഗതികൾ ഉണ്ടായിരുന്നു. പക്ഷേ 10 വർഷത്തെ ഭരണ തുടർച്ച നേതാക്കളുടെ ഇടയിൽ ഉണ്ടാക്കിയ സമീപനത്തിൻ്റെ വ്യതിയാനം ജനങ്ങൾ ശരിക്കും നേരിട്ടറിഞ്ഞു. ആ വ്യതിയാനത്തോടൊപ്പം ശബരിമല വിഷയം ഉൾപ്പെടെ കത്തി. വെള്ളാപ്പള്ളി നടേശൻ്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ പ്രത്യേക സോഷ്യൽ എഞ്ചിനീയറിങ്ങിൽ ഇതെല്ലാം പാച്ചപ്പ് ചെയ്ത് മുസ്ലിം വിരുദ്ധതയിലൂടെ ഹിന്ദു വോട്ടുകൾ ആവാഹിക്കാൻ കഴിയും എന്ന് പറയുന്ന ചിന്തയും വർക്കൗട്ട് ചെയ്തില്ലെന്ന് മാത്രമല്ല, അത് റിവേഴ്സ് അടിച്ചു. ചുരുക്കത്തിൽ ഇങ്ങനെയുള്ള ഘടകങ്ങളെല്ലാം പ്രതികൂലമായപ്പോൾ തോൽവി അനിവാര്യമായി തീർന്നു. അതാണവിടെ CPMന് സംഭവിച്ചത്. കോൺഗ്രസ് ആകട്ടെ ചില സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനിറങ്ങി അവർക്കെതിരെ പരാതി കൊടുത്ത് ഒഴിവാക്കുന്നൊരു സ്ഥിതി വന്നു. അങ്ങനെയാണ് 20 വർഷങ്ങൾക്ക് ശേഷം മുട്ടടയിലൊക്കെ ഈ പറഞ്ഞ വൈഷ്ണവ് എന്ന് പറയുന്ന ആ പെൺകുട്ടി വിജയിക്കുന്ന ഒരു തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചേർന്നത്. അതെല്ലാം കൂടി ആയപ്പോഴാണ് തിരുവനന്തപുരത്തെ പരാജയം ഇങ്ങനെ സംഭവിച്ചത്. ഇതിന് മുൻപ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, കാലാകാലങ്ങളിൽ ഈ തിരുവനന്തപുരം നഗരസഭയിൽ മണക്കാട് പോലെയുള്ള മുസ്ലിം കേന്ദ്രീകൃത പ്രദേശങ്ങളടക്കം UDFന് കിട്ടേണ്ട സീറ്റുകൾ കൂടി CPMന് വോട്ട് ചെയ്ത് അവരെ ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കുമായിരുന്നു. ഇത്തവണ ആ പണി വേണ്ടെന്ന് വെച്ചു. അതെന്താ വെച്ചതിൻ്റെ കാര്യമെന്ന് ചോദിച്ചാൽ, അങ്ങനെ കിട്ടിയാലും ഇത് പോകുന്നത് വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ അക്കൗണ്ടിലാണ്. അങ്ങനെ വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ അക്കൗണ്ടിൽ ഒരു വിജയം ഒരുപാട് അടിസ്ഥാനപരമായ കമ്മ്യൂണിസ്റ്റുകാർക്കും വേണ്ട, ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർക്കും വേണ്ട എന്നതിന് തെളിവ് കൂടിയാണ് അവിടെയും മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ടായ ഈ വിജയം. തിരുവനന്തപുരത്തെ രണ്ടാമത്തെ ഒരു പ്രധാന കാരണം എന്താണെന്നറിയോ? അത് നമ്മുടെ മേയർ ആര്യ മാഡത്തിൻ്റെ ഷോ ഓഫ്. ഈ ജനങ്ങളെ ഉണ്ടല്ലോ നമ്മൾ നിസ്സാരവൽക്കരിക്കരുത്. ഒരു പാർട്ടി ആയാലും ഒരു മുന്നണി ആയാലും നമുക്ക് അധികാരമുണ്ടാകാം, ഇല്ലാതിരിക്കാം, ഇതൊക്കെ ഉണ്ടാവാം. പക്ഷേ ഈ വളരെ പക്വതയോടെ കൈകാര്യം ചെയ്ത് പോയിക്കൊണ്ടിരുന്ന ഒരു പദവിയാണ് മേയർ സ്ഥാനം എന്ന് പറയുന്നത്. CPMൻ്റെ മുൻപ് ഇരുന്നവരൊക്കെ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടെങ്കിലും, പക്ഷേ ഇത് ഈ പറഞ്ഞതുപോലെ ആ ബസ്സുമായി ബന്ധപ്പെട്ട വിഷയം ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് എങ്ങനെയാണ് മാനേജ് ചെയ്യപ്പെട്ടത്? ഈ ഇലക്ഷൻ സമയമായപ്പോഴും അയാൾ മാത്രം പ്രതിയായി എന്ന് പറയുന്ന വാർത്ത വന്നുകൊണ്ടിരിക്കുകയല്ലേ. യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്തരം കാര്യങ്ങളെ തിരുത്തേണ്ടതിന് പകരം പാർട്ടി ജനവികാരത്തിനോടൊപ്പം ഉയർന്ന് വേണ്ട തിരുത്തലുകൾ വരുത്തിയിരുന്നെങ്കിൽ തിരുവനന്തപുരത്തെ ഫലം മറ്റൊന്നാകുമായിരുന്നു. ഒരിക്കലും ജനങ്ങളുടെ പൊതുവികാരത്തെ, നമുക്ക് ഇഷ്ടപ്പെട്ടവരായിരിക്കും, നമ്മുടെ പാർട്ടിയുടെ വേണ്ടപ്പെട്ടവരായിരിക്കും, ഒക്കെ ആയിരിക്കും. പക്ഷേ തിരുത്തേണ്ടതിനെയും തള്ളിക്കളയേണ്ടതിനെയും നമ്മൾ തള്ളിക്കളയുകയും തിരുത്തുകയും വേണം. അങ്ങനെ തിരുത്തുന്ന ഒരു പാർട്ടിയാണെന്ന ബോധ്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എല്ലാ പ്രതിസന്ധികളിലൂടെയും ഈ പറയുന്ന നിലയിലേക്കൊക്കെ എത്തിച്ചത്. അതിലൊക്കെ ഒരുപാട് കോംപ്രമൈസ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് ഈ BJPയുടെ വിജയത്തിൻ്റെ ക്രെഡിറ്റും CPIMൻ്റെ പരാജയത്തിൻ്റെ ക്രെഡിറ്റും ആര്യ മാഡത്തിനു കൂടി അവകാശപ്പെട്ടതാണ്.